നമസ്കാരം, എല്ലാവർക്കും റിവ്യൂ മാസ്റ്ററിലേക്ക് സ്വാഗതം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ലൈക്കും കമൻസും ഒക്കെ കൃത്യമായിട്ട് ഇട്ടേക്കുക. ഇന്നത്തെ തംബ്നെയിൽ കണ്ട് നിങ്ങൾ കമൻ്റ് ഇടരുത്. കാരണം അതിൻ്റെ കണ്ടൻറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ പോലും നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട കണ്ടൻറ്റാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കണ്ടൻറ്റ് ആയതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എമ്പുരാൻ. ഞാൻ വിശ്വസിക്കുന്നത് 2019 ലൂസിഫറിന് ശേഷം ഇത്രയും മലയാളികൾ വെയിറ്റ് ചെയ്യുന്ന മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവി എന്ന് പറയുന്നത് വേറൊരു പടവും നിസ്സംശയം വേറൊരു പടവും ഇല്ല, എമ്പുരാൻ തന്നെയാണ്. അതിനനുസരിച്ച് അതിന് ഭയങ്കരമായിട്ടുള്ള ആൾക്കാർക്ക് അമിത പ്രതീക്ഷകളുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതിനുള്ള ഉത്തരങ്ങൾ, എൻ്റെ രീതിയിലുള്ള ഉത്തരങ്ങളാണ് നമുക്ക് ഇവിടെ നൽകാമെന്ന് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഇറങ്ങിയ രണ്ട് സിനിമകൾ ഞാനിവിടെ പറയാം. ഒന്ന് ഇന്ത്യൻ 2. ഇന്ത്യൻ 2ൻ്റെ സംവിധായകൻ മോശക്കാരനല്ല, ശങ്കറാണ്. തമിഴിലെ ബ്രഹ്മാണ്ഡ സംവിധായകൻ എന്ന് പറയുന്ന സംവിധായകനാണ്. നടൻ ഉലക നായകൻ കമലഹാസനാണ്. പക്ഷേ ഈ കമലഹാസൻ്റെ ഒരു കോമാളി വേഷവും ശങ്കറിൻ്റെ ഏറ്റവും മോശം സംവിധാനമായപ്പോൾ അത് വലിയൊരു ഡിസാസ്റ്ററായി. ആദ്യത്തെ ദിവസം തന്നെ വാനിഷായി. 2 ജൂനിയർ NTR, അവിടുത്തെ ഏറ്റവും മികച്ച കൊട്ടസിൽവ എന്ന് പറയുന്ന ഏറ്റവും മികച്ച സംവിധായകനോടൊപ്പം ഭയങ്കര ബിഗ് ബഡ്ജറ്റ്. ഈ 2 പടത്തിൻ്റെയും ബഡ്ജറ്റ് എന്ന് പറയുന്നത് 300-350 കോടിയൊക്കെയാണ്. കോടിക്കൊന്നും വിലയില്ലാത്ത ഇതാണ്. ഒറ്റ ദിവസം കൊണ്ട് ഇനീഷ്യൽ കളക്ഷനൊക്കെ ഈ സിനിമകളൊക്കെ നേടുമായിരിക്കും. പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് ഈ പടത്തിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളെല്ലാം പോയി ഡിസാസ്റ്ററായ പടങ്ങളാണ്. അന്നേരം ഈ 2 സിനിമകൾ ഒക്കെ കഴിഞ്ഞതിന് ശേഷം മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് ആയിട്ടുള്ള സിനിമയാണ് എമ്പുരാൻ. ഏകദേശം 200 കോടി എന്ന് പറയുന്നത്, 150-200 കോടിക്ക് ഇടയിൽ ഉറപ്പാണ് ബഡ്ജറ്റായിട്ടുള്ള സിനിമയാണ്. ഈ സിനിമ പരാജയപ്പെടുവോ? ഫാൻ ഫൈറ്റിന് വേണ്ടി എടുക്കുന്ന ഒരു വീഡിയോയേ അല്ല ഇത്. കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കും ഇതിനകത്ത് കമൻസ് ഉറപ്പായിട്ടും പറയാം. ഇതിനകത്ത് ഞാൻ കാണുന്ന പോസിറ്റീവ് വശങ്ങൾ പറയാം. ഒന്ന്, ലൂസിഫറിൻ്റെ സെക്കൻഡ് പാർട്ടാണ് എമ്പുരാൻ. ലൂസിഫർ മലയാള സിനിമയിലെ അത്യാവശ്യം വലിയ ഹിറ്റുകളായ ഒരു സിനിമയാണ്, ഗംഭീരമായ ഒരു സിനിമയാണ്. അന്നേരം ആ സിനിമയുടെ സെക്കൻഡ് പാർട്ട് എന്നുള്ള രീതിയിൽ എന്തായാലും ഫസ്റ്റ് ഡേ കളക്ഷനൊക്കെ തൂത്തു വരും എന്നുള്ളത് സംശയമില്ല. ഫസ്റ്റ് ഡേ ഒക്കെ റെക്കോർഡാണ്. അത് നിങ്ങൾ എഴുതി വെച്ചോളൂ, അത് എമ്പുരാന് വേണ്ടി മാത്രമുള്ളതാണ്. ഇതുവരെയുള്ള റെക്കോർഡിൻ്റെയൊക്കെ ഡബിൾ കളക്ഷൻ ആയിരിക്കും ഒരു പക്ഷേ ലോകമെമ്പാടും. ഏറ്റവും കൂടുതൽ സ്ക്രീനിൽ ഇറങ്ങുന്ന ചിലപ്പോൾ മലയാള സിനിമയും എമ്പുരാൻ തന്നെ ആയിരിക്കും, റെക്കോർഡായിരിക്കും. ഇതൊരു പോസിറ്റീവാണ് കളക്ഷൻ വൈസ് ആദ്യത്തെ ദിവസത്തെ. പിന്നെ ലൂസിഫറിൻ്റെ സെക്കൻഡ് പാർട്ട് എന്നുള്ളൊരു വലിയൊരു കാര്യമാണ്. കാരണം ലൂസിഫറിൻ്റെ ഒരു പേര് അവിടെ കിടപ്പുണ്ട്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് വേറെ ആരെയൊന്നുമല്ല, പൃഥ്വിരാജിനെയാണ്. കാരണം പൃഥ്വിരാജ് എന്നുള്ള നടനെക്കാട്ടിൽ എനിക്ക് പൃഥ്വിരാജ് എന്നുള്ള ഡയറക്ടറിനെ വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം ലൂസിഫർ ഈ പറയുന്ന വലിയ സ്ക്രിപ്റ്റ് വൈസ് മുരളി ഗോപിയുടെ ഒക്കെ ഉണ്ടെങ്കിൽ മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റൊക്കെ എനിക്ക് വലിയതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം എല്ലാവർക്കും ദഹിക്കുന്ന സ്ക്രിപ്റ്റല്ല. പക്ഷേ അതൊരു മസാലയൊക്കെ ആയിട്ട് കൃത്യമായിട്ടൊക്കെ രൂപപ്പെടുത്തിയെടുക്കാൻ ഭയങ്കര മിടുക്കനാണ് പൃഥ്വിരാജ്. ലൂസിഫറിൽ എനിക്ക് തോന്നിയ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് അത് തന്നെ. അത് കഴിഞ്ഞ് നിങ്ങൾ വേറൊരു സിനിമ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ലൂസിഫറിൻ്റെ പൃഥ്വിരാജിൻ്റെ ഏറ്റവും വലിയ കഴിവ് നിങ്ങൾക്ക് മനസ്സിലാവും, ബ്രോഡാഡി. സത്യം പറഞ്ഞാൽ ബ്രോഡാഡി എന്ന് പറഞ്ഞ സിനിമ വേറൊരു സംവിധായകനാണ് സംവിധാനം ചെയ്തതെങ്കിൽ അത് OTT-യിലാണ് ഇറങ്ങിയെങ്കിൽ പോലും ആ സിനിമ അമ്പേ പാളിപ്പോയേനെ. പക്ഷെ പൃഥ്വിരാജ് ചെയ്തപ്പോൾ നല്ല വൃത്തിയായിട്ട് മോഹൻലാലിനെ പ്രസൻറ്റ് ചെയ്തു. മോഹൻലാലിനെ കൃത്യമായിട്ട് സ്ക്രീനിൽ കാണാൻ എങ്ങനെ ആർക്കും, മലയാളികളെന്നല്ല ആരാധകർക്കെന്നല്ല എല്ലാവർക്കും കാണാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ. എനിക്ക് അടുത്ത ഘട്ടത്തെ മോഹൻലാലിൻ്റെ ഏറ്റവും കോമഡി ഇത്രയും ഇഷ്ടപ്പെട്ട സിനിമ എനിക്ക് വേറെ ഇല്ല, ബ്രോഡാഡി തന്നെയാണ്. നല്ല രീതിയിൽ മോഹൻലാലിനെ കൊണ്ട് കോമഡി ചെയ്യിപ്പിച്ച് അതും OTT-യിൽ നമുക്ക് വിജയപരാജയം പറയുന്നതിലും നല്ലൊരു ചിത്രമാക്കിയത് മാറ്റി. ഇനി എമ്പുരാനിലേക്ക് വരുമ്പോഴത്തേന് ഉറപ്പായിട്ടും പൃഥ്വിരാജിന് അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് പോകാനുള്ള ചാൻസിന് പൃഥ്വിരാജ് ഏത് അറ്റം വരെയും പൃഥ്വിരാജ് പോകാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഇതിൻ്റെ ക്യാമറമാൻ എനിക്കൊന്ന് സുജിത് വാസുദേവാണ്. നല്ല ക്യാമറമാനാണ്. ഇവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ, എപ്പോഴും ക്യാമറമാനും സംവിധാനം തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മികച്ച ക്യാമറമാൻ, മികച്ച സംവിധായകൻ, മികച്ച ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഇതിനകത്ത് എപ്പോഴും വരുന്ന ദീപക് ദേവാണ് ലൂസിഫറിൻ്റെയും എമ്പുരാൻ്റെയും ബാക്ക്ഗ്രൗണ്ട് സോങ്സും അല്ല. അന്നേരം ഇദ്ദേഹത്തിൻ്റെ പൃഥ്വിരാജിലുള്ളൊരു വിശ്വാസം നമുക്ക് ഭയങ്കര അധികം. കാരണം ഗംഭീരമായിട്ടുള്ള ലൊക്കേഷൻസ്. കാരണം എനിക്ക് തോന്നുന്നു ഇനിയും ലോകത്ത്
വളരെ അപൂർവമായിരിക്കും എമ്പുരാൻ ചിത്രീകരിക്കാനുള്ളത്. മിക്കവാറും ഉള്ളിടത്ത് എല്ലായിടത്തും ഇന്ത്യക്ക് അകത്തും പുറത്തും കേരളത്തിലും എല്ലാം ചിത്രീകരിച്ചു. കേരളത്താണെങ്കിൽ എറണാകുളത്തും തിരുവനന്തപുരത്തും എല്ലാം ചിത്രീകരിച്ചു. പുറത്താണെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിലും ഒക്കെ ചിത്രീകരിച്ച് കഴിഞ്ഞു പടം. ഇനി ഷൂട്ടിംഗ് ബാക്കിയുണ്ട്. അന്നേരം റിച്ച് ഫ്രെയിംസ് ആയിരിക്കും എന്നുള്ളത് കഴിഞ്ഞ ദിവസം ദീപക് ദേവിൻ്റെ ഇൻ്റർവ്യൂവിൽ പോലും പറഞ്ഞു. റിച്ച് ഫ്രെയിംസ് ആയിരിക്കും പടം. റിച്ച് ഫ്രെയിംസ് നിറഞ്ഞ, എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ഏറ്റവും ഗംഭീര സിനിമയായിരിക്കും ഉറപ്പായിട്ട്. റിച്ച് ഫ്രെയിംസിൻ്റെ കാര്യത്തിൽ സംശയം വേണ്ട, അത് എമ്പുരാനായിരിക്കും. പിന്നെ ഇതിനെക്കാട്ടിലെല്ലാം ഉപരി മോഹൻലാൽ എന്ന് പറഞ്ഞിട്ട് നടൻ ഒരു നല്ല ഡയറക്ടറിൻ്റെ കൈ കിട്ടിയാൽ, ഡയറക്ടേഴ്സിൻ്റെ നടനാണ് മോഹൻലാൽ എന്നാണ് പറയുന്നത്. കറക്റ്റ് കാര്യമാണ്. നല്ലൊരു ഡയറക്ടറിൻ്റെ കൈ കിട്ടിയാൽ നല്ല ഗംഭീരമായി കിട്ടുന്ന ഒരാളാണ് മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ. ഈ പലപ്പോഴും നല്ല ഡയറക്ടർമാർ എന്ന് പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ സൗഹൃദം കൊണ്ടൊക്കെ ഡേറ്റ് കൊടുത്ത് പോകുന്ന ഫ്ലോപ്പുകളൊക്കെ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമായ ഒരു രീതിയാണ്. പക്ഷേ ഇവിടെ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഡയറക്ടറിൻ്റെ കയ്യിലാണ് മോഹൻലാലിനെ കിട്ടിയിരിക്കുന്നത്. പൃഥ്വിരാജ് ചിന്തിക്കുന്നതിൻ്റെ 10 മടങ്ങ് അല്ലെങ്കിൽ 100 മടങ്ങ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും മോഹൻലാൽ. അന്നേരം ഉറപ്പായിട്ടും മോഹൻലാലിൻ്റെ ഒരു വൺ മാൻ ഷോ പോലെ നമുക്ക് പ്രതീക്ഷിക്കാം യഥാർത്ഥത്തിൽ എമ്പുരാൻ. അന്നേരം മോഹൻലാലാണ് അതിനകത്തെ കീ ഫാക്ടർ. 2 ഞാൻ പൃഥ്വിരാജിൻ്റെ ഡയറക്ഷൻ, 3 ലൊക്കേഷൻസ്, അതിൻ്റെ റിച്ച് ഫ്രെയിംസ്, പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ദീപക് ദേവിൽ എനിക്ക് ഭയങ്കര പ്രതീക്ഷയുണ്ട്. ബാക്കിയെല്ലാം സുജിത് വാസുദേവൻ്റെ സിനിമാറ്റോഗ്രാഫി, ഇതെല്ലാം പ്രതീക്ഷയാണ്. നെഗറ്റീവ് എനിക്ക് തോന്നിയത് ഒന്ന് അതിൻ്റെ ബഡ്ജറ്റ് തന്നെയാണ്. കാരണം രണ്ട് കൊല്ലത്തിൽ കൂടുതൽ ഷൂട്ട് ചെയ്തേക്കുന്ന ഭയങ്കര തടസ്സങ്ങളൊക്കെ വന്ന് മഴയും പല തടസ്സങ്ങളിലൂടെയാണ് അവർ, അങ്ങനെയാണ് മികച്ച സിനിമകളൊക്കെ വരുന്നത്. എന്നാൽ പോലും 200 കോടി സിനിമ മലയാള സിനിമയാണ്. 200 കോടിക്ക് ഇറങ്ങുന്ന ഒരു മലയാള സിനിമ സാമ്പത്തികമായിട്ട് ലാഭം എന്നുണ്ടെങ്കിൽ അതുപോലെ കളക്ട് ചെയ്യണം. നല്ലതുപോലെ കളക്ട് ചെയ്താലും നിർമ്മാതാവിന് 1 രൂപ ലാഭം കിട്ടത്തുള്ളൂ. ഇപ്പം OTT പഴയ പോലെ വൻ തുകയൊന്നും കൊടുത്തൊന്നും ഇത് എടുക്കത്തുമില്ല. അന്നേരം ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം പറഞ്ഞാൽ മലയാള സിനിമ തെലുങ്കിലും KGF എന്നൊക്കെ പറയുന്നത് നമ്മൾ മലയാള സിനിമ പോലെ ഏറ്റെടുത്തതാണ്. പക്ഷേ ഇത് അതുപോലെ എടുക്കുമോ എന്നുള്ളതാണ്. തെലുങ്കിലും അല്ലെങ്കിൽ കന്നഡയിലും വേൾഡ് വൈഡ് GCCയിലും മലയാളികളുണ്ട്, GCCയിലും ബാക്കി എല്ലായിടത്തും ഒരുപോലെ ഗംഭീരമായിട്ട് എടുത്താൽ ചിലപ്പം അപാരമായ കളക്ഷൻ വരാം. മലയാളികൾ മാത്രം സ്വീകരിച്ചിട്ട് കാര്യമില്ല ഈ സിനിമ. അതാണ് ഞാൻ കാണുന്നൊരു നെഗറ്റീവ്. കാരണം എല്ലായിടും വേൾഡ് വൈഡ് ഒരു എന്നുള്ളതില്ല, യൂണിവേഴ്സൽ സബ്ജക്റ്റ് പോലെ കണ്ടന്റ് ഗംഭീരമാണ് എന്ന് കാണുകയും അസാധാരണമായ ഒരു സിനിമയാണ്. KGFനൊക്കെ KGF കമ്പയർ ചെയ്യുമല്ല, എന്നാൽ അതിന് മുകളിൽ നിൽക്കുന്ന ഒരു സിനിമയാണെങ്കിൽ ഉറപ്പായിട്ടും ഇതാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ സിനിമ ബഡ്ജറ്റ് ഇത്രയും കൂടുന്നതുകൊണ്ട് ലൂസിഫറിനൊന്നും ഇതിൻ്റെ 10-1 ബഡ്ജറ്റ് കാണത്തില്ല. അന്നേരം അത്രയും ബഡ്ജറ്റ് ഉള്ളതുകൊണ്ട് 200 കോടിയൊക്കെ ബഡ്ജറ്റ് എന്ന് പറയുന്ന സിനിമ തിരിച്ചു പിടിക്കാൻ ഭയങ്കര പ്രയാസമാണ്. അതൊക്കെ കാണുന്ന ഒരു നെഗറ്റീവ് അതാണ്. 2, ഞാൻ പേഴ്സണലി മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നത് നമ്മൾ മുണ്ടെടുത്ത നാടൻ കഥാപാത്രങ്ങളുള്ള മോഹൻലാലിനെയാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടുന്നത്. അല്ലെങ്കിൽ അങ്ങനെ മോഹൻലാലിന് ഒരു നാടൻ പരിവേഷങ്ങളുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ മോഹൻലാലിന് അസാധാരണമായൊരു കഴിവ്, അത്രയും ഒരു അസാധാരണമായ കഴിവ് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ആക്ഷൻ സീക്വൻസുകളിൽ വേറൊരു നടനുമില്ല. പക്ഷേ ഈ സിനിമയ്ക്കകത്ത് കാണുന്ന ഒരു ജാക്കറ്റും ഒക്കെ ഇട്ടിട്ടുള്ളൊരു മോഹൻലാലിനെ എപ്പോഴും നമ്മൾ കാണുന്നത് എത്രമാത്രം മലയാളി പ്രേക്ഷകർ ഇഷ്ടപ്പെടുമോ എന്നുള്ളതും പ്രത്യേകിച്ച് ആരാധകർ ഇഷ്ടപ്പെടുമോ എന്നുള്ളതും ഒക്കെ നമുക്ക് കണ്ടറിയണം. പക്ഷേ ഇതൊക്കെ മാറ്റിമറിക്കാൻ പൃഥ്വിരാജിന് കഴിവുണ്ട്. എന്നാലും എനിക്ക് പേഴ്സണലി അതൊരു നെഗറ്റീവാണോ എന്ന് വെച്ചാൽ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം സാഗർ എലിയസ് ജാക്കിയൊക്കെ നമുക്ക് മുമ്പേ കണ്ടിട്ടുണ്ട്, അമൽ നീരദിൻ്റെ പടമൊക്കെയാണ്. അത് 3ാമത്തെ നെഗറ്റീവ് എനിക്ക് തോന്നുന്നത് മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റാണ്. കാരണം മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റിൽ 90% നമുക്ക് പലർക്കും മുരളി ഗോപി അസാധാരണമായ പ്രതിഭയുള്ള മനുഷ്യനായിരിക്കാം, പക്ഷെ നമുക്ക് മനസ്സിലാകത്തില്ല. പല സിനിമകളും നമുക്ക് മനസ്സിലാകാത്ത ഒരുപാട് സിനിമകളുണ്ട്. അതുകൊണ്ട് തന്നെ മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റ് ഒരു നെഗറ്റീവാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ സ്ക്രിപ്റ്റിനെ മറികടക്കുന്ന ഡയറക്ഷനായിരുന്നു ലൂസിഫർ. അതിനെ മറികടക്കുന്ന ഒരു ഡയറക്ഷനാണ് എമ്പുരാനെങ്കിൽ അതും നമുക്ക് നെഗറ്റീവ് പോസിറ്റീവ് ആക്കാം. അന്നേരം നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങളുടെ ഇതിനകത്ത് കമൻസ് ഇടാം. അല്ല വീഡിയോയുടെ തംബ്നെയിൽ കണ്ടിട്ട് അയ്യോ ഇത് പരാജയപ്പെടുക നിങ്ങൾ പറയാൻ ആരാണ് എന്നൊന്നുമല്ല. എനിക്ക് എൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ്, എൻ്റെ മനസ്സിലുള്ള കൃത്യമായിട്ട് കാര്യങ്ങൾ നമ്മൾ നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതാണ്, നിങ്ങളായിട്ട് പങ്കുവെച്ചതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കമൻസ് ഇടാം. എമ്പുരാൻ എത്രമാത്രം നിങ്ങൾ പ്രതീക്ഷ വെക്കുന്നു, എമ്പുരാനിൽ നിങ്ങൾ കാണുന്ന പോസിറ്റീവ് നെഗറ്റീവ് എന്താണ്? ചുമ്മാതെ കമൻ്റ് ഇടാതെ, ഒരു ഫാൻസ് ഫൈറ്റ് ഇല്ലാതെ നമുക്ക് നല്ല സിനിമകളെ ഇങ്ങനെ നമുക്ക് സംസാരിക്കാം. അതൊരു അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ പോലെ. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ.